സർ, വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്രം ഒരുങ്ങിയതിനെ അല്ലെങ്കിൽ തയ്യാറായതിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് മല്ലികാർജ്ജുന ഖാർഗെ. കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരത്തിൽ വനിതാ സംവരണ ഭേദഗതി ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ഭേദഗതി ഉന്നയിച്ചുള്ള ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ കോൺഗ്രസ് എല്ലായ്പ്പോഴും വിമർശനമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കൽക്കത്തയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ബംഗാൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി ഒരു വേദിയിൽ പറയുകയുണ്ടായി, കേരളത്തിൽ വനിതകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞതെന്ന്. ഈ രീതിയിൽ വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകാൻ നമ്മൾ തയ്യാറാകണം. ബംഗാളിലും ഇതേ രീതിയിൽ വനിതകൾ ഇലക്ഷന് തയ്യാറെടുക്കണം, വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന ഒരു വനിതാ സംവരണ ബില്ല്. പക്ഷേ കോൺഗ്രസ് എന്തിനിതിനെ എതിർക്കുന്നു എന്നതാണ് ചോദ്യം. അതായത് വനിതാ സംവരണ ബിൽ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ പാർലമെന്റുകളിലും നിയമസഭയിലും 1/3 വനിതകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ലക്ഷ്യം നമുക്കിപ്പോൾ പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളത്തില് വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ രംഗത്തും അടങ്ങിലും അണിയറയിലുമെല്ലാം ഒരുപോലെ തന്നെ വനിതകളുടെ സജീവ സാന്നിധ്യം ഉണ്ടായി. വോട്ടെടുപ്പിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ പല സ്ഥലങ്ങളിലും 10% വരെ, 6% മുതൽ 10% വരെ വനിതാ വോട്ടർമാരുടെ വർധനവുണ്ടായിട്ടുണ്ട്. ഇലക്ഷന്റെ പോളിംഗ് ദിവസം തന്നെ നമുക്ക് നോക്കിയാൽ പോളിംഗ് ബൂത്തുകളിൽ വനിതകൾ സജീവ സാന്നിധ്യമായിരുന്നു. അതായത് പുറത്തെ ബൂത്ത്, അകത്തെ ബൂത്ത്, ബൂത്ത് ഏജന്റുമാര്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലും വനിതകൾ സജീവ സാന്നിധ്യമായിരുന്നു. ഇലക്ഷന്റെ പ്രകടനങ്ങൾ നോക്കൂ. പണ്ടൊക്കെ ഇലക്ഷനോടനുബന്ധിച്ച് നടന്നിരുന്ന പൊതുപരിപാടികൾ, പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ, ഇവയിലൊക്കെ വനിതകൾ തുലവും കുറവായിരുന്നു. രാഷ്ട്രീയം പുരുഷന്മാരുടെ മാത്രം മേഖലയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. വൻതോതിൽ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വനിതകളാണ് ഇലക്ഷന്റെ പ്രചരണ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തത്. എന്തിനേറെ, അനൗൺസ്മെന്റുകളിലെ ശബ്ദം കൊടുക്കുന്നിടത്ത് പോലും വനിതകൾ ഉണ്ടായിരുന്നു. വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള ഈ നീക്കത്തെ കോൺഗ്രസ് പാർട്ടിയാണ് അതിശക്തമായി ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ എതിർക്കുന്നതും. ഒപ്പം തന്നെ പ്രാദേശിക പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇതിനെതിരെയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴുള്ള പാർലമെന്റ് സീറ്റ് 50% വർദ്ധിക്കും. 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 816 സീറ്റുകളായി വർദ്ധിക്കും. ഇതിൽ 273 വനിതാ സീറ്റുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 273 മണ്ഡലങ്ങളിൽ വനിതകൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്ന് വരുമ്പോൾ അത്രയും വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ പ്രാദേശിക പാർട്ടികൾക്കോ ഇല്ല എന്നുള്ളതാണ്. പൂർണ്ണമായും പുരുഷാധിപത്യ മേധാവിത്വത്തിൽ നിൽക്കുന്ന ഇത്തരം പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു പരിഷ്കരണമാണ് ഇത് എന്നുള്ളത് തുറന്നു പറയാൻ അവർക്ക് മടിയുള്ളത് കൊണ്ട് അവർ മറ്റു പല കാര്യങ്ങളും ആയിരിക്കും ഉന്നയിക്കുക. ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ 20 പാർലമെന്റ് സീറ്റുള്ളത് 30 പാർലമെന്റ് സീറ്റായി വർദ്ധിക്കും. ഒപ്പം തന്നെ 10 സീറ്റുകൾ വനിതാ സംവരണ സീറ്റായി മാറുകയും ചെയ്യും. അതിനെ തുടർന്ന് വനിതാ സംവരണ സീറ്റ് 10, അതോടൊപ്പം തന്നെ SC ST ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ജനറൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് തോന്നാമെങ്കിൽ പോലും ഈ വനിതകളുടെ വലിയ പ്രാതിനിധ്യം കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഭയപ്പെടുത്തുകയാണ്. കേരള നിയമസഭയിലും ഈ മാറ്റം ഉണ്ടാകും. 140 MLA-മാർ മാത്രമുള്ള കേരള നിയമസഭയിൽ MLA-മാരുടെ എണ്ണം 210 ആയിട്ട് വർദ്ധിക്കും. എന്ന് പറയുമ്പോൾ 70 വനിതാ MLA-മാരുണ്ടാകും. കേരളത്തിലെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇത്. ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ നിയമം നടപ്പിലാക്കിയപ്പോൾ വനിതകളെ കണ്ടെത്തി സ്ഥാനാർത്ഥികളാക്കി നിർത്തി വിജയിപ്പിക്കുന്നതിൽ ഈ പാർട്ടികളൊക്കെ പെടാപ്പാട് നമുക്കറിയാം. പക്ഷേ ഇത് അനിവാര്യമായ ഒരു മാറ്റമാണ്. ആധുനിക കാലഘട്ടത്തിൽ പുരുഷന്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും വനിതകൾ കടന്നു വന്നിരിക്കുന്നു. മാനേജ്മെന്റ് മേഖലയിലും ഗവേണൻസിലുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ആധിപത്യം, കഴിവ്, മികവ് പ്രകടിപ്പിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിരിക്കുന്നു. ആധികാരികമായിട്ട് നമുക്കിത് പറയാൻ പറ്റും. അതായത് ഗവൺമെന്റിന്റേതാണെങ്കിലും സ്വകാര്യ മേഖലയുടേതാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക ബിസിനസ് മേഖലകളിലൊക്കെ CEO-മാരായിട്ടും എക്സിക്യൂട്ടീവുമാരായിട്ടും ഒക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ തിളങ്ങുന്നത് വനിതകളാണ്. അത് തന്നെ ഭാരതത്തിന്റെ ഭരണരംഗത്തും വരണം എന്ന് ആഗ്രഹിക്കുന്ന BJP വനിതകളുടെ ഒരു വലിയ നിര തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ, വനിതകളുടെ
ഒരു നേതൃനിര എന്ന് പറയുന്നത് സുഗമമായ ഒരു കാര്യമാണ്, അപ്രാപ്യമല്ല. പക്ഷെ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളുടെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇന്നടങ്ങുന്ന ഇന്ത്യ മുന്നണി സഖ്യം ഈ വനിതാ സംവരണ നീക്കത്തെ അട്ടിമറിക്കാൻ എല്ലാവിധത്തിലും പരിശ്രമിക്കും. അതിന്റെ ആദ്യ സൂചനയാണ് മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ എന്തിനാണ് ഇത് വിളിച്ചു കൂട്ടുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അവിടെ BJP കൃത്യമായ മറുപടി കൊടുത്തു. 2029 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വനിതാ സംവരണം നടപ്പാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആദ്യമായി വിളിക്കേണ്ടത് സർവകക്ഷി യോഗമാണ്. അല്ലെങ്കിൽ ചോദിക്കും, ഞങ്ങളോട് ആലോചിച്ചില്ല, ഞങ്ങളെ ക്ഷണിച്ചില്ല, ഞങ്ങളോട് പറഞ്ഞില്ല, ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയില്ല, ഏകപക്ഷീയമായി നടപ്പാക്കി, അടിച്ചേൽപ്പിച്ചു, ഏകാധിപത്യമാണ് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിക്കുന്നത്. പക്ഷെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ സർവകക്ഷി യോഗത്തിന് പോകാൻ മാത്രമുള്ള നേതാക്കന്മാരോ അതിനുള്ള മാനസികാവസ്ഥയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ് പാർട്ടികൾക്കില്ല എന്നുള്ളതാണ് ഖാർഗെയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഖാർഗെ ഈ രീതിയിൽ പ്രതികരിച്ചത് കോൺഗ്രസിന്റെ തന്നെ വനിതാ സംവരണ ബില്ലിനോടുള്ള മുഖം തിരിക്കൽ നടപടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആഹ്വാനം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജയസൂര്യൻ സാർ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഉൾപ്പെടെ സ്ത്രീ പങ്കാളിത്തം ഒരു പരിധിവരെ ഉയർത്താൻ സാധിക്കും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭകളിൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കോൺഗ്രസ് പക്ഷേ ബില്ലിനെ എതിർക്കുകയാണ്. സർവകക്ഷി യോഗം വിളിച്ചിട്ട് അതിനെത്താനുള്ള ഒരു മനസ്സ് പോലും കോൺഗ്രസിനില്ല എന്നതാണ് വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.